കേരളത്തിന്റെ CM VD സതീശൻ പുള്ളിയുടെ എല്ലാ ഇന്റർവ്യൂകളിലും പോഡ്കാസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അത് പുള്ളിയുടെ റീഡിംഗ് ഹാബിറ്റിനെ പറ്റിയിട്ടാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ളത്. പുള്ളി ഒരു ദിവസം മിനിമം 100 പേജെങ്കിലും ഒരു ബുക്കിന്റെ വായിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും വായന ഒരു ശീലമായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എക്സസൈസ് ചെയ്ത് ബോഡിയെ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് റീഡിംഗ്. ഇന്നത്തെ ലോകം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശീലിപ്പിക്കുന്നത്. പക്ഷെ നല്ല ഒരു പുസ്തകം നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് വായിക്കുന്നവർ മികച്ച ക്രിയേറ്റേഴ്സ് ആവുന്നത്, മികച്ച കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവുന്നത്, മികച്ച ലീഡേഴ്സ് ആവുന്നത്. ഈ തലമുറയിൽപ്പെട്ട 90% പേരും വായിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മുടെ അറിവുകൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ഷോർട്സിലൂടെയും റീൽസിലൂടെയും കിട്ടുന്ന ഷോർട്ട് ടൈം ഇൻഫർമേഷൻ വീഡിയോസ് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. ഞാൻ കുട്ടിക്കാലത്ത് നല്ലോണം വായിക്കുമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും അത് ബ്രേക്കായി. പക്ഷെ ഇപ്പം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മാറ്റം പ്രകടമാണ്. അത് അത്ര കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത്. വായിക്കണം. സോ എല്ലാവരും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ വായിച്ചതിൽ വെച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കിൻ്റെ പേര് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അത് കാണുന്ന മറ്റൊരാൾക്ക് ആ ബുക്ക് വായിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. സോ ഹാപ്പി റീഡിങ്.